എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ഹൈജാക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അതായത് ഈ ബലൂജ് ലിബറേഷൻ ആർമി അവരാണല്ലോ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ട ചെല്ലും ചെലവും കൊടുക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ആണെന്നും അതിന് ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ അമിത്ഷാ, ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയായ സാക്ഷാൽ അമിത്ഷാ ആണെന്നാണ് ഈ ഖ്വാജ ആസിഫ് ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് തെളിവുകൾ നിരത്തുന്നുണ്ട്. എന്ന് തൊട്ടാണ് അതായത് ഈ ബലൂജ് ലിബറേഷൻ ആർമി, ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവിടെ കുറേ സംഘടനകളുണ്ട്. ബലൂജ് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂജ് റിപ്പബ്ലിക്കൻ ആർമി എന്നീ 3 സംഘടനകളുണ്ട്. വിഘടിച്ച് നിൽക്കുന്ന സംഘടനകളാണ്, പക്ഷേ അവർ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ്. അത് ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടണം എന്ന പേരിൽ. അതായത് നമുക്കറിയാം, അതായത് പാകിസ്ഥാൻ വിഭജിക്കുന്ന സമയത്ത് തന്നെ ബലൂചിസ്ഥാനുണ്ട് ഒരു സെപ്പറേറ്റ് കൺട്രി ആവാനാണ് ആഗ്രഹിച്ചത്. കൺട്രി മാത്രമല്ല, അവർക്ക് ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ, അത് ഇന്ത്യയുടെ ഭാഗമാകണമെന്നും കൂടി അവർ ആഗ്രഹിച്ചു. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഒരു കോമൺ ഷെയറിംഗ് ബോർഡർ ഇല്ലാത്തത് കാരണം, അങ്ങനെയുള്ള ജിയോഗ്രാഫിക്കലായ കുറേ ചലഞ്ചസ് ഉള്ള കാരണമാണ് അന്ന് ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗം ആകാഞ്ഞേ. ശരിക്കും ഒരു കോമൺ ബോർഡർ ഉണ്ടെങ്കിൽ ഈ ബലൂചിസ്ഥാൻ ശരിക്കും ഇന്ത്യയുടെ ഭാഗമായേനെ. അപ്പോൾ അന്ന് തൊട്ടേ ബലൂചിസ്ഥാന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഈ കുറേ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഘടനകൾ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട സംഘടന BLA, BLF, BRI എന്ന് പറയുന്നത്, അപ്പോൾ ഈ 3 സംഘടന വിഘടിച്ചാണ് നിൽക്കുന്നത്. ശരിക്കും 2020 തൊട്ടിട്ട് ഈ സംഘടനകളൊക്കെ ശക്തിപ്പെടാൻ കാരണം എന്താണെന്നറിയോ? അതായത് 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം, അന്ന് ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റത് 2019 സാക്ഷാൽ അമിത്ഷാ ആയിരുന്നു. അപ്പോൾ അമിത്ഷാ വന്നതിന് ശേഷമാണ് ഈ ബലൂചിസ്ഥാനിലെ വിഘടിച്ച് നിൽക്കുന്ന 3 സംഘടനകളെ ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആക്കി, അതായത് ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റിയാക്കി മാറ്റി. ഈ 3 എണ്ണത്തിന്, അതായത് ബലൂജ് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂജ് റിപ്പബ്ലിക്കൻ ആർമി, ഈ 3 സംഘടനകൾ ഒന്നാക്കിയിട്ട് ഒറ്റ എൻറ്റിറ്റിയാക്കി, അതായത് ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് സാക്ഷാൽ അമിത്ഷാ തന്നെയായിരുന്നു. അമിത്ഷാ, അജിത് ഡോവൽ, ആ ഒരു സഖ്യം തന്നെയായിരുന്നു. നിങ്ങൾക്കറിയോ, 2016 സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം അത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വിഷ് ചെയ്തത്, എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് അയച്ചത്, മെസ്സേജുകൾ അയച്ചത് ബലൂചിസ്ഥാൻ എന്നാണെന്നൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് എന്താ പറയുക, നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞാണ്, അത് ബലൂചിസ്ഥാനായിട്ട്, അതായത് ബലൂചിസ്ഥാനിൽ നമ്മൾ എന്താ പറയുക പ്രത്യേകം ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പല പ്രോജക്റ്റുകളും എന്താ പറയുക, ഇപ്പോൾ ഓൾറെഡി പല പ്രോജക്റ്റുകൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ എന്താ പറയുക, ഈ താലിബാൻ സർക്കാരുമായി ചേർന്ന് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അന്ന് തൊട്ടേ ഇന്ത്യക്ക് അവിടെ ഒരു കണ്ണുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ജിയോഗ്രാഫിക്കൽ ഒരു ഫൈറ്റാണ്, ജിയോ പൊളിറ്റിക്കൽ ഒരു വാർ ശരിക്കും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, 2020 തൊട്ടാണ് ചൈനക്ക് ഉണ്ടല്ലോ ഈ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഒരു സെറ്റ് ബാക്ക് കിട്ടി തുടങ്ങുന്നത്. എന്നോട് 2020 ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയോ? അതായത് 2020 ചൈന ഗാൽവനിൽ എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഫോഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്തത്, ഈ ഗാൽവനിൽ ഇൻസ്റ്റാൾ ചെയ്തത് 2020 അന്ന് തൊട്ട് ഇവർക്ക് കുറേ സെറ്റ് ബാക്കുകൾ കിട്ടുന്നുണ്ട്. അന്ന് തൊട്ടാണ്, അതായത് 2020 ശേഷമാണ് ഇന്ത്യ ഗവൺമെൻറ് അമിത്ഷായുടെ നേതൃത്വത്തിൽ, അതായത് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ ആക്റ്റീവായിട്ട് ഈ ബലൂചിസ്ഥാനിൽ എന്താ പറയുക, ബലൂചിസ്ഥാനിലും ഈ എന്താ പറയുക അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, എല്ലാം അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതൊക്കെ കുറേ ഇന്ത്യൻ ബിസിനസ് ആൾക്കാരും ഇന്ത്യൻ എഞ്ചിനീയേഴ്സും എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, അടുത്ത കാലത്ത് ഒരു കരാറുണ്ടായിരുന്നു. അവിടെ ഒരുപാട് മിനറൽസ് ഡെപ്പോസിറ്റിലെ ഒരു സ്ഥലമാണ് ഈ അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ, ഇതൊക്കെ ഏരിയ. അപ്പോൾ ഇതിലൊക്കെ ഇന്ത്യക്ക് വ്യക്തമായി കണ്ടുണ്ട്. അപ്പോൾ ഈ ഗാൽവൻ ഇഷ്യൂവിന് സമയത്തുണ്ടല്ലോ, ഈ ബലൂചിസ്ഥാനിൽ ചൈന ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ഒരു എയർ ബേസ് ഉണ്ടാക്കുക, പിന്നെ എന്താ പറയുക, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, ചൈന പാകിസ്ഥാൻ റെയിൽവേ നെറ്റ്വർക്ക്, ഇതൊക്കെ അവർ പ്ലാൻ ചെയ്തു. പിന്നീട് അവർ അത് ഡ്രോപ്പ് ചെയ്തു പല കാരണങ്ങളാണ്. അതായത് അപ്പോൾ അവിടെ സംഭവിച്ചെന്താണ്, ഈ ഇത്തരത്തിലുള്ള ബലൂചിസ്ഥാനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരൊക്കെ ഒന്നിച്ചൊരു കുടക്കീഴിൽ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നു. എന്നിട്ട് അവരെ ഉപയോഗിച്ച് ചൈനക്കാരെ അടിക്കാൻ തുടങ്ങി. ഈ ചൈനക്കാരൊക്കെ ഈ ബലൂചിസ്ഥാനിൽ നിന്ന് അടിച്ച് ഓടിക്കാൻ തുടങ്ങി. അവിടെ ഒരുപാട് എഞ്ചിനീയേഴ്സിന്, അവർ ഈ ചൈന എക്സ്പെക്ട് ചെയ്ത ഏകദേശം 3 ലക്ഷത്തോളം ചൈനീസ് എഞ്ചിനീയേഴ്സിന് ഈ ബലൂചിസ്ഥാൻ ഏരിയയിൽ പണി കിട്ടും, ജോലി ലഭിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇവരുടെ ശല്യം കാരണം ലാസ്റ്റ് അടിച്ചു ഓടിച്ചു. എല്ലാം എന്താ പറയുക, കുറേ സീനിയർ എഞ്ചിനീയേഴ്സിനൊക്കെ ഈ ബലൂജ് ലിബറേഷൻ ആർമി കൊന്ന് തള്ളി. അത് ശരിക്കും അതിന് പിന്നിൽ ഇന്ത്യയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇൻ്റർനാഷണൽ മീഡിയയൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചൈന അമേരിക്ക ഓവർടേക്ക് ചെയ്യും, ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ചൈന അമേരിക്ക ഓവർടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബലൂചിസ്ഥാനിലെ ഒരു ഭയങ്കര മിനറൽസ് ഡെപ്പോസിറ്റുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഈ എലാഞ്ചി, ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഡെപ്പോസിറ്റും, ഒരുപാട് സിങ്ക്, ഫോസ്ഫറസ്, കോപ്പർ, ഗോൾഡ്, ഇതിൻ്റെയൊക്കെ വലിയ
വലിയൊരു ഡെപ്പോസിറ്റ് ഒരു സ്ഥലമാണ് ഈ എന്താ പറയുക ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ കുറേ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ചൈന ഇതൊക്കെ മുൻനിർത്തിയാണ് എന്താ പറയുക ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഈ അവർ അമേരിക്ക ഓവർടേക്ക് ചെയ്യും എന്താ പറയുക GDP ഇതൊക്കെ ആയിട്ട് അമേരിക്ക ഓവർടേക്ക് ചെയ്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയും അമിത്ഷായാണ് കളി ഇറക്കിയത്. അതായത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിനെ അത് യുണൈറ്റ് ചെയ്തിട്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഇവന്മാരൊക്കെ അടിച്ച് ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ എന്താ പറയുക പാകിസ്ഥാൻ അപ്പോയിൻറ്റ് ചെയ്ത മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പാണ് ഈ ബലൂചിസ്ഥാനിലെ ചൈന എഞ്ചിനീയേഴ്സിന്, ചൈന പണിക്കാർക്കൊക്കെ ചൈനീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് മജീദ് ബ്രിഗേഡ്. അപ്പോൾ ആ മജീദ് ബ്രിഗേഡിനെയും അമിത്ഷാ കയ്യിലെടുത്തു എന്നാണ് എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ആ മജീദ് ബ്രിഗേഡാണ് ഇപ്പോഴും എന്താ പറയണ്ടത് ഈ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ഹൈജാക്കിന് പിന്നിൽ പ്രവർത്തിച്ചത്. അത് എന്താ പറയുക പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ മജീദ് ബ്രിഗേഡാണ് ഈ ഹൈജാക്കിന് പിന്നിൽ. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാ ചെലവും കൊടുക്കുന്നത് അമിത്ഷാ ആണെന്നാണ് പറയുന്നത്. ഇതൊരു കാവ്യനീതിയാണ് കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കിയും. അതായത് ഇപ്പോൾ അവർ ഉപയോഗിച്ചിട്ട് തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചിട്ട് തന്നെ, അതായത് താലിബാൻ ഉപയോഗിച്ച് മറ്റൊരു വഴിക്ക് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്നത്, അതായത് താലിബാൻ്റെ പാകിസ്ഥാൻ്റെ യൂണിറ്റാണ് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവന്മാർ ഉപയോഗിച്ച് എല്ലാ ദിവസവും ഇപ്പോൾ ഈ നോമ്പ് കാലത്ത് പോലും പല പള്ളികൾ സ്ഫോടനം ഇത് അവന്മാരിപ്പം അവിടെ തന്നെ പാകിസ്ഥാനിൽ കയറിയിട്ട് പാകിസ്ഥാൻ്റെ ആർമിയൊക്കെ തന്നെ കൊന്നൊടുക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ. അപ്പോൾ ഈ എന്താ പറയുക ചൈനീസ് ആൾക്കാരെ സപ്പോർട്ടിന്, അതായത് ചൈനീസിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ അപ്പോയിൻറ്റ് ചെയ്ത മജീദ് ബ്രിഗേഡ് തന്നെ അവരെ എന്താ പറയുക കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് വന്ന ട്രെയിൻ റാഞ്ചി. അതിൽ ഏകദേശം 400 പേരാണ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അതിൽ 200ഓളം പേര് പാകിസ്ഥാൻ സൈനികരായിരുന്നു. ആ എല്ലാവരെയും തട്ടി എന്നാണ് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നറിയോ, അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ ആർമി എന്താ പറയുക ഈ ബലൂചിസ്ഥാൻ ആ ട്രെയിൻ ഹൈജാക്ക് ചെയ്തവന്മാരൊക്കെ തീർത്തു. പിന്നെ എന്താ പറയുക 20ഓളം ബലൂജ് ലിബറേഷൻ ആർമീൻ്റെ ആൾക്കാരെ തട്ടി, പിന്നെ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്തു എന്നൊക്കെയാണ്. ഒരു ചുക്കും സംഭവിച്ചില്ല. ഇത് ആക്ച്വലി ടണൽ 8 എന്ന് പറയുന്ന സ്ഥലത്ത് ബലൂജ്, അതായത് ഈ കൊറ്റുവ പെഷവാർ എന്ന് വെച്ചാൽ 1600 കിലോമീറ്ററാണ്. ഇതിനകത്ത് തന്നെ ഏകദേശം 10-40 ടണലുണ്ട്. ഈ സംഭവത്തിലുണ്ടല്ലോ ഏറ്റവും വലിയ ടണലാണ് ടണൽ 8. ഈ ടണൽ 8 ഏകദേശം 2.5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇതിനകത്താണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് ഒരു തരത്തിലും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. എയർഫോഴ്സ് ഒന്ന് അറ്റാക്ക് ചെയ്ത് എങ്ങനെ അറ്റാക്ക് ചെയ്തു? അത്രയും വലിയ തുരങ്കമാണ്. ഈ തുരങ്കത്തിന് മുകളിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ജിയോഗ്രാഫി ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുന്നും മലകളും ഇതൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത്ര ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഒന്നും ചെയ്തില്ല. പാകിസ്ഥാൻ എന്താ പറയുക അവർ വിട്ടിരിക്കുകയാണ്. ആ 200ഓളം പാകിസ്ഥാൻ സൈനികരെ ബലൂജ് ലിബറേഷൻ ആർമി കൊന്നു തള്ളിയിരിക്കുകയാണ്. ബാക്കിയില്ല സാധാരണ പാസഞ്ചേഴ്സിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ വിവരങ്ങളൊന്നും ഇപ്പം പുറത്തു വന്നില്ല. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖോജ ആസിഫിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റെന്താ പറയുക നമ്മളത് ഫ്രീ ചെയ്തു, അത് ക്യാപ്ചർ ചെയ്തു, കുറച്ച് ആൾക്കാരും നമ്മുടെ സൈഡിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടെന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, സത്യം അതല്ല. ഇപ്പോഴും അവരുടെ പക്കൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ പുറകിൽ, അതായത് ഇതൊരു കാവ്യനീതിയാട്ടോ. അതായത് അവർ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് പാകിസ്ഥാൻ്റെ ആൾക്കാർ ഉപയോഗിച്ച് തന്നെ പാകിസ്ഥാൻ്റെ ട്രെയിൻ ഹൈജാക്ക് ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല അതിന് സപ്പോർട്ടായിട്ട് താലിബാനും. നിങ്ങൾക്കറിയാം ഇതൊരു കാവ്യനീതിയാണ്. കാവ്യനീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 നമ്മൾ കാണ്ഡഹാർ വിമാനം റാഞ്ചിയിലെ പാസഞ്ചറായിട്ടുള്ള ഏകദേശം 300ഓളം പാസഞ്ചേഴ്സിലെ ഇത് റാഞ്ചിയിലെ ഇവന്മാർ, അതായത് ഈ താലിബാൻ്റെ ടീമും പാകിസ്ഥാനും ചേർന്നിട്ട് റാഞ്ചി. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ തീവ്രവാദികളൊക്കെ നമുക്ക് ഫ്രീ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു കണക്ക്, അതൊരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല അതിനൊക്കെ തക്ക പ്രതികാരം കൊടുത്തിരിക്കുകയാണ്. അതായത് അവന്മാർ ഉപയോഗിച്ചിട്ട് തന്നെ എന്താ പറയേണ്ടത് ഈ താലിബാൻ, അത് അന്ന് കാണ്ഡഹാറിൽ വിമാനം റാഞ്ചാൻ കൂട്ടുന്നത് താലിബാനായിരുന്നു. അപ്പോൾ അവന്മാർ ഉപയോഗിച്ചിട്ട് തന്നെ പാകിസ്ഥാൻ്റെ ട്രെയിൻ റാഞ്ചിട്ട് അവരെ സൈനികരൊക്കെ തട്ടി. പിന്നെ അത് മാത്രമല്ല തെഹ്രീക്ക് താലിബാൻ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് പുഷ് ചെയ്തിട്ട് എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ചെയ്തിട്ട് താലിബാനെ പാകിസ്ഥാനിലോട്ട് കയറ്റി വിട്ടു. ബലൂജ് വഴി മറ്റേ പെഷവാർ സൈഡ് പ്രൊവിൻസ് വഴിയൊക്കെ കയറ്റി വിട്ടു. ഇപ്പോൾ അവന്മാരെ കയറി അവരുടെ ആറാടുകയാണ് പാകിസ്ഥാനിൽ കയറിയിട്ട് താലിബാൻ, തെഹ്രീക്ക് താലിബാൻ. അതിന് വേണ്ട എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്താ പറയുക ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ്. അതായത് ഒഫീഷ്യലി ഇന്ത്യക്ക് ഈ താലിബാനായിട്ട് ഒരു കോൺട്രാക്റ്റോ അങ്ങനെയുള്ള ഒരു ഇതില്ല. പക്ഷേ ഡിപ്ലോമസി അത് പറയണമെന്നില്ല. അതാണ് ഇവിടെ, ആ ഒരു തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇതുവഴി ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഒരുപാട് മിനറൽസ് ഡെപ്പോസിറ്റുള്ള സ്ഥലമാണ്. അതിലൊക്കെ ഇന്ത്യ ഇപ്പോൾ താലിബാൻ ഇതൊക്കെ ആയിട്ട് കോൺട്രാക്റ്റ് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം അങ്ങനെയില്ല. ഇന്ത്യ ഇപ്പം അതായത് പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇലക്ട്രിക് രംഗത്തോട്ട് പ്രവേശിക്കാൻ പോകണം. വലിയൊരു വിപ്ലവം വരാൻ പോവാണ്. അപ്പോൾ ലിഥിയം ശേഖരം അവിടുന്ന് വേണ്ടുന്ന എന്താ വരച്ച് എടുത്തോ എന്നാണ് പറഞ്ഞത് താലിബാൻ. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് സ്കൂൾസ് ഉണ്ടാക്കുക, അണക്ക് ഡാംസ് ഉണ്ടാക്കുക, ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുക, മെഡിസിൻ തരിക. അവർക്ക് ആരും മെഡിസിൻ ഇതൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയാണ്. അപ്പോൾ എന്താ പറയുക അവർക്ക് ആവശ്യം, അവർക്ക് ഈ മിനറൽസ് ഇതൊന്നും ആവശ്യമില്ല. അതൊക്കെ ഇന്ത്യ എത്ര വേണ്ടെന്ന് വെച്ചാൽ കുഴിച്ചെടുത്തോന്നാണ് താലിബാൻ പറയുന്നത്. ഒരു ഡിപ്ലോമാറ്റിക് വേയിലൂടെയാണ് ഇന്ത്യ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഈ താലിബാന് വേണ്ടിയിട്ട് ഇപ്പം എന്താ പറയണ്ടത് പല മറ്റു രാജ്യങ്ങളും ഇപ്പം താലിബാനായിട്ട് സംസാരിക്കുന്നത് ത്രൂ ഇന്ത്യയാണ്. മുമ്പ് അമേരിക്ക ആയിരുന്നു, അതായത് മുമ്പ് ഖത്തറായിരുന്നു
ഈ താലിബാന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഖത്തറായിരുന്നു അമേരിക്കയുടെ അടുത്തും മറ്റുള്ള രാജ്യങ്ങളൊക്കെ യൂറോപ്യൻ കൺട്രികളുടെ അടുത്തൊക്കെ താലിബാന് വേണ്ടി സംസാരിച്ചത്, അഫ്ഗാനിസ്ഥാന് വേണ്ടി സംസാരിച്ചത് ത്രൂ ഖത്തർ വഴിയായിരുന്നു. പക്ഷേ ഇപ്പം കളി മാറി. ഇപ്പം ഇന്ത്യയാണ് മീഡിയേറ്റർ. ഇന്ത്യയാണ് ഇപ്പോൾ അമേരിക്കയോട് സംസാരിക്കുന്നത്, ഫ്രാൻസോട് സംസാരിക്കുന്നത്, ജർമ്മനിയോട് സംസാരിക്കുന്നത് ആ താലിബാന് വേണ്ടിയിട്ട്, അവിടെ പല പ്രോജക്റ്റുകളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കളി അമിത്ഷാ വന്നതിന് ശേഷമാണ് ഇതൊക്കെ എണ്ണി ഓരോ കാര്യങ്ങളും ഈ എന്താ പറയുക കോജോ ആസിഫ് പറഞ്ഞു. അപ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അതായത് ഇന്ത്യ തകർക്കുന്ന പാകിസ്ഥാൻ, അതായത് ഇന്ത്യയിൽ വിഘടനവാദം തീവ്രവാദികളെ സൃഷ്ടിച്ച് കയറ്റിവിട്ട് ബോർഡർ വഴി കയറ്റിവിടുന്ന ആ പരിപാടി നിന്നില്ല. ഇതോടുകൂടി കാശ്മീരൊക്കെ ശാന്തമായില്ലേ? അപ്പോൾ എന്താ ചെയ്ത് ഇത്തരത്തിലുള്ള, അതായത് ഈ ബലൂചിസ്ഥാനിലൊക്കെ നടന്ന ഓപ്പറേഷൻ വഴി ഈ പാകിസ്ഥാന് കാശ്മീരിലും അവിടെ ഇടയ്ക്ക് എൻഗേജ് ചെയ്തു. അതാണ് ഏറ്റവും വലിയത്. അപ്പോൾ കാശ്മീർ ശാന്തമായി. അവർ പഴയ പോലെ എന്താ പറയുന്നത്, ആൾക്കാരെ കയറ്റി വിടാൻ പറ്റുന്നില്ല. അങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പാക് ആർമിക്ക് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് കുറച്ച് നാൾ മുന്നേ അവർ ഹമാസിനെ എന്താ പറയുക പാക് അത് ഒക്കുപ്പൈഡ് കാശ്മീരിലൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെ എന്താ റിസോർട്ട് പണിയാം, വിനോദസഞ്ചാര കേന്ദ്രം പണിയാം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അച്ഛൻ അവന്മാരെ ഹമാസിനെ കൊണ്ടുവന്നിട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ കണ്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ 1-2 വർഷം കഴിയട്ടെ ഈ ഹമാസിനെ ഇന്ത്യ വിലക്കെടുക്കും. അപ്പോൾ ഈ ഹമാസിനെ ഉപയോഗിച്ചിട്ടും ഇവന്മാരെന്നൊരു പാകിസ്ഥാൻകാരെ പരിപ്പിളക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾ ഇതൊന്നും സഹിക്കില്ല. എന്തായാലും അമിത്ഷാ ഇപ്പോൾ 2019 തൊട്ട് പയറ്റുന്ന ഈ തന്ത്രം ശരിക്കും പാകിസ്ഥാനെ നട്ടുപിടിച്ച് ഇതൊരു ബുദ്ധിരാക്ഷസം തന്നെയാണ് കേട്ടോ. വെറുതെ അല്ല ഇയാളെ എന്താണ് ചാണക്യൻ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആൾക്കാർ വിളിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.